അർഹമുറാഹിമേ കാട്ടിത്താറിവിൻ പൂന്താരം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ല മക്കളെ? അൽഹംദുലില്ലാ ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മാനെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിക്കാണ്ട് കേട്ടോ. ഉമ്മാക്കിപ്പോൾ 2 ദിവസമായിട്ട് വെയ്യ കേട്ടോ. 2 ദിവസം ഇപ്പം ഞാൻ നോമ്പൊന്നും നോൽപ്പിച്ചിട്ടില്ല. തീരെ അന്തല്ലായിരുന്നു ഉണ്ണിയാളെ. അത് ചെന്നി പോലെ അറിയില്ല, സോഡിയൊക്കെ കുറഞ്ഞിട്ട് പറയണമൊന്നും കേൾക്കാതെ പിച്ചിയും വെയ്യൊക്കെ പറയാം. അതേപോലെ അന്തിക്കൊക്കെ നീച്ചു പോവുക. അങ്ങനെയൊക്കെ ആയിരുന്നു ഉമ്മാൻ്റെ 2-3 ദിവസത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ 2 ദിവസം ഞാൻ നോമ്പ് ഒൽപ്പിച്ചിട്ടില്ല. അപ്പം അടഞ്ഞ് നോമ്പ് നോറ്റിട്ടാണ്. അത് ഉമ്മാനോട് പറഞ്ഞാൽ കേൾക്കൂല. നോമ്പ് 2-3 നോറ്റിക്കാണ്ട് പിന്നെ നെഞ്ഞുവേദനയൊക്കെ ഇളകിക്കാണ്ട് ഞാനിവിടെ ക്ലിനിക്കിലൊക്കെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ അടിച്ചുകാണ്ട് പോന്നാ കേട്ടോ. അന്ന് ഡോക്ടർ കുറേ പറഞ്ഞു കൊടുത്താണ് ഉമ്മാനോട് കേട്ടോ, ഇങ്ങനെ നോമ്പ് നോൽക്കരുത്, നിങ്ങൾക്ക് പൂതിയുണ്ടെങ്കിൽ 1.5 നോറ്റാൽ മതിയെന്ന്. അപ്പോൾ അതൊന്നും കേൾക്കൂല. ഞാൻ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ അമ്മ കാട്ടുകയെന്നോ? അതൊക്കെ ഉമ്മാക്ക് നല്ല ഓർമ്മ കേട്ടോ. നിസ്കാരം, നോമ്പ്, അതൊക്കെ ഉമ്മാക്ക് നല്ല ഓർമ്മയാണ് കേട്ടോ. കുട്ടികളെ സ്വഭാവമാണ്. ഉമ്മാക്ക് സ്ട്രോക്കും കാര്യങ്ങളൊക്കെ ഈ തലച്ചോറിലെ നമ്മളെ തലച്ചോറുണ്ടല്ലോ, തലൻ്റെ ഉള്ളിലെ തലച്ചോറ്, അത് ചുരുങ്ങണ അവസ്ഥയാണ് കേട്ടോ. അത് ചുരുങ്ങി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക വെച്ചാൽ ചെറിയ കുട്ടികളെ അവസ്ഥയായിരിക്കും കേട്ടോ. നമ്മളെ പൊന്നും മിന്നും എങ്ങനെ പെരുമാറുക അതേപോലെ ആയിരിക്കും കേട്ടോ. ഏകദേശം 5 വയസ്സായ കുട്ടികളെയൊക്കെ ഒരു സ്വഭാവമായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഭയങ്കര വാശിയും ദേഷ്യമൊക്കെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ അറിയില്ല, അപ്പിടണോ മൂത്രമൊഴിക്കണോ ഒന്നും അറിയില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും ചില ദിവസങ്ങളിൽ കേട്ടോ. ഇപ്പം അങ്ങനത്തെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. 2-3 ദിവസത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. മിഞ്ഞാത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മാക്ക് തീരെ വയ്യ. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പൊന്നും നോൽപ്പിച്ചിട്ടില്ല. കഞ്ഞിയൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ ഇരുത്തിക്കണം കേട്ടോ. ഉമ്മാക്ക് ഭയങ്കര ടെൻഷനാണ്, ഓരോന്ന് ആലോചിച്ചുകൊണ്ട്. ഇപ്പം ഉമ്മാക്ക് ഏട്ടത്തിനെ കാണണം, മകളെ കാണണം, ഇങ്ങനത്തെയൊക്കെ ഓരോ ആലോചന കേട്ടോ. ഏട്ടത്തിനെ കാണണപ്പോൾ ഏട്ടത്തി വരണം, അവിടെ ഉണ്ടല്ലോ ഏട്ടത്തിൻ്റെ വീട്, അവിടെ പോയി നിൽക്കണം, അങ്ങനെയൊക്കെ വലിയ പൂതിയാണ് കേട്ടോ. അപ്പം ഞാൻ ഓള് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, എടി 2 ദിവസം ഒന്ന് വന്നോണ്ടി, നമ്മൾക്ക് പൂതിയായിട്ടാണ് 2 ദിവസം എന്ന് വെച്ചാൽ അവിടെ പോയി. നമ്മൾ ആ തറവാട് വീടില്ലേ, അത് ഇത്താത്താൻ്റെ വീടാണ് കേട്ടോ. ഇത്താത്താക്ക് കൊടുത്തതാണതേ. അപ്പോൾ ഇപ്പോഴുള്ള കാലത്തെ അങ്ങനെ പറഞ്ഞിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഓളെ പേരിലാക്കി കൊടുത്തതാണ് കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നൂലാമാലകളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ. എല്ലാം ഞാൻ പബ്ലിക്കായിട്ട് പറയണില്ല, ഏകദേശം ആലോചിച്ചാൽ അറിയണതാണ്. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു നൂലാമാല ഉണ്ടാവും അതിൻ്റെ ഇടയിൽ, നിങ്ങൾക്ക് ഊഹിച്ചാലറിയാം. അപ്പോൾ പിന്നെന്താ, അവിടേക്ക് 2 ദിവസം അത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവൾക്ക് അത് പൊളിച്ചുകാണ്ട് ചെറിയൊരു ടെറസും വരെ കയറ്റണമെന്ന് വലിയ പൂതി ഒരുപാട് കാലമായി ആഗ്രഹിക്കണുള്ളൂ കേട്ടോ. പക്ഷേ അവൾക്ക് അവിടെയും ഇവിടെയും കൂടി മാനേജ് ചെയ്യാൻ കഴിയായിട്ട്. അവിടുത്തെ വീട് നിങ്ങൾ കണ്ടാലേ അത് വീടല്ല കേട്ടോ, ഓലെ വാടക വീടാണ്. ഞാൻ അവിടെ പോയിരുന്നു അല്ലേ, അന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അല്ലേ. ഞാൻ എപ്പോഴും പറയുള്ളൂ, ഇവിടെ ഒരു ചെറുമട്ടത്തിലൊരു വീടൊക്കെ കയറ്റി കണ്ട് നമുക്ക് ഇവിടെ നിന്നാൽ മതിയടിയെന്ന് എപ്പോഴും പറഞ്ഞു കൊടുക്കും കേട്ടോ. ഒന്നാമോളെ ചികിത്സ കാര്യങ്ങൾ എപ്പോഴും വെയ്യായി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിൽ കൊണ്ട് അവിടെയും ഇവിടെയും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോവാട്ടോ. ഇവിടെയും ജില്ലാശുപത്രിയിലെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ RCC കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. പിന്നെ അവിടുന്ന് പോന്നാൽ ഇക്ക ഒറ്റക്കാരട്ടോ, ഓളൊക്കെ ഒറ്റക്കാര. അപ്പോൾ അതും ബുദ്ധിമുട്ട് ഒക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ ഓള അങ്ങോട്ട് പോയത്. അപ്പോൾ 2 ദിവസമായി ഓളെ കാണണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൽ തുടങ്ങിയിട്ട് ഉമ്മ കേട്ടോ. അപ്പോൾ പോരാൻ പറ്റാത്ത അവസ്ഥയാണ്. 6-ാം തീയതി ഒക്കെ മക്കൾക്ക് പരീക്ഷ തുടങ്ങല്ലേ, കൊല്ല പരീക്ഷയല്ലേ. ഇന്നലെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറയണ്ടേ, എങ്ങനെ എടി ഞാൻ പോരുക, കൊല്ല പരീക്ഷയാണ് കുട്ടികൾക്ക്, 2 ദിവസമായാലും ഒന്ന് മണ്ടി പോരാനും കൂടി വെച്ച. ഞാൻ എന്തായാലും 12-ാം തീയതി 13-ാം തീയതി ഒക്കെ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോളൊന്ന് ക്ഷമിക്കും ഇമ്മേന് കുട്ടികളെ മാതിരിയാണ്. ഇമ്മക്ക് ഇങ്ങനെ കാണണം വിചാരിച്ച് അപ്പം തന്നെ കാണണം എന്നുള്ളൊരു ഇതാണ് കേട്ടോ. പിന്നെ ഒരു ദിവസം വന്ന് കണ്ട് അങ്ങനെയാണ് പോയിട്ടോ. ഓനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓനിങ്ങനെ മണ്ടി വരുന്നോണ്ടേ എത്താത്ത കുറേ ആയി പോയിട്ട് കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ടെൻഷനും കാര്യങ്ങളും. പിന്നെ നോമ്പ് നോൽക്കണല്ലേ, ഈ 3 നേരമുള്ള ഗുളിക ഒരു നേരം മിസ്സായി അമ്മക്ക് അന്തം ബോധമൊന്നും ഉണ്ടാവില്ല. സോഡിയം കുറയും, പൊട്ടാസ്യം കുറയും, അല്ലെങ്കിൽ ഷുഗർ ഹൈ അടിച്ചു, ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെയാണ് ഉമ്മാൻ്റെ കേട്ടോ. പിന്നെ മെയിൻ അസുഖങ്ങൾക്ക് അറിയില്ല, തലച്ചോറിലെ ആ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നെന്താ പരിപാടി എന്നല്ലേ. അപ്പോൾ 2 ദിവസം മുന്നേ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട്, എനിക്ക് പൂള ഉണ്ടാക്കി കൊണ്ടിടി അറിയുന്നുണ്ട്. കാസർഗോഡുകാർക്കും തൃശ്ശൂർക്കാർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവില്ല, അത് കപ്പ
കേട്ടോ കപ്പ. ഇതിൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന പോലാണെങ്കിൽ ഇപ്പം മനസ്സിലായിരിക്കും. ഞങ്ങളിവിടെ പൂളാന്നൊക്കെയാണ് പറയട്ടോ. അപ്പോൾ പൂളി മീൻകറി ഉണ്ടാക്കി കൊണ്ടിടിയെന്ന് കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അതൊന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കണ്ടേ. അപ്പോൾ നോൽമ്പ് പറഞ്ഞ് കാണ്ടാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. വെള്ളം ഉണ്ടാക്കി, പിന്നെ സമൂസ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. എനിക്ക് വത്തക്ക വെള്ളം കിട്ടണം കേട്ടോ മക്കളെ. നോൽമ്പ് തുറന്ന് കഴിഞ്ഞാൽ കടക്കണ വരെ ഞാൻ വെള്ളം കുടിച്ചു കേട്ടോ. എൻ്റെ പള്ള കണ്ടില്ല ഞങ്ങൾ മുല്ലപ്പെരിയാർ നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടോ കേട്ടോ വെള്ളം കുടിച്ച് കാണ്ടേ. പിന്നെ മുത്തുമണികളൊക്കെ അടിയിലൊക്കെ പാഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. എന്താ വീഡിയോക്ക് ഇത്ര ക്ലാരിറ്റി എന്നുണ്ടാവും അല്ലേ? ഒരുപാട് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തൽ തുടങ്ങിയേക്കും. അപ്പം ഞാൻ പുതിയ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ വിട്ടായിട്ടോ മക്കളെ. മഞ്ചേരി കാക്കു പോയി വന്നപ്പോഴേ അയില കൊടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കാക്കുവിനോട് മത്തി കൊണ്ടുവരരുത്, നന്നാക്കണ പരിപാടി ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഒന്നാമത് ഇപ്പോൾ ഒഴിവില്ലായിട്ടാണ് ഈ കൊറിയർ ചെയ്തലും പാക്കിങ്ങും കാര്യങ്ങളും. പൊന്നാര മക്കളെ, നാളെ തന്നെ ലേഹ്യം ഉണ്ടാക്കണം. അപ്പോൾ ആ ഉണ്ടാക്കിയ ലേഹ്യമൊക്കെ നമ്മളെ ഷോർട്സും വീഡിയോസൊക്കെ ഇട്ടില്ല ഇന്നലെ, അതൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി പുതിയത് നാളെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പുതിയ ചട്ടിയിൽ പുതിയ നട്സ് ലേഹം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാണ്ടിയാലൊക്കെ ഓർഡർ ചെയ്തോളി. മുളകും പൊടി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ പാത്തു ചോദിച്ചപ്പം ഞാൻ എല്ലാവരും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇമ്മ എന്നോട് പറഞ്ഞിരുന്നേ, ഈ മുളകും കറി ഉണ്ടാക്കുമ്പോഴി ഈ മുളക് നല്ല കളറില്ലൊരു പൊടി ഉണ്ടല്ലോ അത് ഇടുകൊണ്ടി പറഞ്ഞു. അപ്പം തന്നെ വെച്ച് മനസ്സിലായിട്ടോ, നമ്മളെ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ആ പറയുന്നത് കേട്ടോ. അപ്പോൾ പെരിഞ്ചീരപ്പൊടിയാണ്. അപ്പോൾ അതൊക്കെ പൊടിച്ച് റെഡി. ഏകദേശമൊക്കെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അന്ന് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു അല്ലേ, അതൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കണം. നമ്മളിവിടെ കുറേ ആൾക്കാരില്ല എണ്ണിയാളെ. ഇനി ഒന്നും കൂടി ഷോപ്പിങ്ങിന് പോകണം ഇൻഷാ അല്ലാ. ഒരട്ടം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ഹരല്ലേ നമുക്കിങ്ങനെ പോകാൻ. കഴിച്ചിൽ ഇങ്ങനെ കുറേ പൈസ ആണ്. എന്നിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് പോകണം, നല്ല രസമാണ് അല്ലേ. അന്ന് ഒരുപാട് ആളുകൾ കമൻറ്റ് ഇട്ടിരുന്നു അല്ലേ, ഞങ്ങൾക്കും പുതിയ പാത്തോ അങ്ങനെയൊക്കെ. ഇങ്ങനെ നമ്മൾ നല്ലോ അധ്വാനിച്ച് നമുക്ക് ഇഷ്ടമല്ലൊക്കെ വാങ്ങി തിന്നണിയാളെ. പിന്നെ എന്താണെന്നോ, നമ്മൾ കുറേ ആളുണ്ടാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വാങ്ങാനേ എൻ്റെ കജിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒന്നും രണ്ടും കുട്ടികളിലോടത്തൊക്കെയാണ് ഇഷ്ടം പോലെ വാങ്ങുക. ഇതിപ്പോൾ കുറേ കുട്ടികളിലോടത്തേ നമ്മൾ എത്ര വാങ്ങിയാലും തേയില്ല. പുളിയാണ് ആ ഞെരണ്ടി പിഞ്ഞുകാണ്ട് പാർന്ന് കേട്ടോ. ഉള്ളിയും തക്കാളിയും വാട്ടിക്കാണ്ട് ഇഞ്ചി വെള്ളവും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചീരുള്ളിയൊക്കെ ഞാൻ ചതച്ചുകാണ്ട് അങ്ങോട്ട് പാർന്നിക്കുകയാണ് കേട്ടോ. അതാണ് കേട്ടോ അത്. അതിൽ കുറച്ച് വെള്ളം ഏറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ കാട്ടിയെന്നോ, ഒരു പാത്രത്തിൽ കൊഴിച്ച് ബാക്കി അവിടെ വെക്കാം. ലേശം ചിക്കൻ ഉണ്ട്, ആ ചിക്കൻ ഒന്നും നന്നായിട്ട് വരട്ടിക്കാണ്ട് നമുക്ക് ചിക്കൻ പൊരിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടാം. ഇപ്പൊക്കെ അല്ല കേട്ടോ, അത് പെലച്ചക്കാണ്. പെലച്ചക്ക ആക്കാന്ന് കരുതിക്കാണ്ട് ഇതിപ്പോൾ തീരും കേട്ടോ. മുകളിട്ട് കാണ്ട് ഇപ്പം തീരും. അപ്പോൾ പൂള അതേപോലെ മീൻകറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ചടപടേ തീരും. ചെറിയ മക്കൾ മുതൽച്ച് വലിയോല് വരെ തിന്നും. എല്ലാവർക്കും തീർപ്പതിയാണ് അത് കേട്ടോ. അപ്പം ഞാൻ കാക്കുവിനോട് പറഞ്ഞിരുന്നു, മീൻ കിട്ടണ നല്ല നോക്കി കൊടുന്നോണ്ടീന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ കാക്കു അറിയാം എനിക്കിപ്പം മടിയായിക്കണ് ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പോൾ പൊന്നാര മക്കളെ, മടിയായിട്ടല്ല, നിങ്ങൾ കാണില്ലേ ഒരു ഒഴിവും ഉണ്ടാവില്ല വെച്ചിട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ ഇപ്പം അമ്മക്ക് 2 ദിവസം വെജായിട്ട് നമ്മളെ മിന്നുവിൻ്റെയും പൊന്നുവിൻ്റെയും വേക്ക് കൂടെ നടക്കണ പോലെ നടക്കണം. അങ്ങനെ നടന്നാൽ പോരാ, നമ്മൾ ഒപ്പം ഇങ്ങനെ നടക്കണം. ഒന്നാമത് ഉമ്മ വീഴും, പറ്റ വീഴാനായിക്കണം കേട്ടോ. ഇന്നിപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഞാനേ മാരിബാങ്കൊക്കെ കഴിഞ്ഞിട്ട് നോമ്പ് പറഞ്ഞിട്ട് ഒന്ന് ഗ്ലൂക്കോസ് ഏറ്റാൻ കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നോമ്പ് പറഞ്ഞിട്ടില്ല പരിപാടിയാണ് ചെയ്യണത്. ഇപ്പോൾ ഇങ്ങനത്തെ ആയപ്പോൾ ഞാൻ എന്താ കാട്ടിയെന്നോ, നോമ്പ് പറഞ്ഞിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക എഴുതിയാണ്ട്. അയിലയാണ് കേട്ടോ, വലിയ അയില. അപ്പോൾ അവിടുന്ന് ആ കാക്കു വെട്ടി തന്നതാണ് കേട്ടോ. കാക്കു പറഞ്ഞു ഇതൊന്ന് വെട്ടി തരുവണ്ടി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 3 അയിലയാണ്. 3 അയിലൊക്കെ തന്നെ 100 റുപ്യ കൊടുക്കണമല്ലോ മക്കളെ. ഇപ്പോൾ പെരും വില മീനിനും ഇറച്ചിക്കൊക്കെ അല്ലേ, നോൽമ്പും പെരുന്നാളൊക്കെ അല്ലേ. അപ്പം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചോന്ത കറി വേണം പറഞ്ഞിട്ട് ചോന്ത കറി ഉണ്ടാക്കുക കേട്ടോ. ഒന്നാമത് മുളകും പൊടി ഇവിടെ തോനെ ഇടാൻ പറ്റൂല. ഒന്നാമത് കുഞ്ഞുമണിയാളില്ലാണ്, ഓല് വരെ തിന്നണാണ്. ഓല് പിന്നെ ചോറും ചാറും മീനും എല്ലാം തിന്നു കേട്ടോ. എൻ്റെ കുട്ടികളെങ്ങൾക്ക് അറിയാമല്ലേ, എൻ്റെ ആദ്യം മുത്തുമണികളൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം. ഓല് ചെറുപ്പത്തിലെ എല്ലാം നമ്മൾ തിന്നണ എല്ലാ സാധനവും തിന്ന് വളർന്ന കുട്ടികളാണ്. നമ്മൾ ആ ഒരു ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ ആ ഒരു കെയർ ചെയ്യണ പോലെ നമ്മൾ കെയർ ചെയ്തിട്ട് ചെറിയ കുഞ്ഞുമക്കളൊക്കെ നമ്മളല്ലേ നല്ല ഫുഡൊക്കെ കൊടുക്കും. അതൊന്നും ഞാൻ ഓൽക്ക് അന്നത്തെ കാലത്തൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഓൽക്കൊക്കെ ഞാൻ നമ്മൾ തിന്നുമല്ലോ അതൊക്കെ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്, കട്ടൻ ചായയും ചോറും. പണ്ടൊക്കെ അങ്ങനെ തന്നെ. ഇനി ഉമ്മമാരൊക്കെ കാണണ്ടേ ഓലിങ്ങനെ പറഞ്ഞിപ്പോൾ കമൻ്റ് ഇടും, പാത്തോ ഞങ്ങളൊക്കെ കാലത്ത് അങ്ങനെ തന്നെ ഇനി കഞ്ഞിൻ്റെ വെള്ളം മുക്കി കൊടുക്കലൊക്കെ ഇനി അങ്ങനെ വലുതായി. ഇപ്പം അൽഹംദുലില്ലാ കേട്ടോ. ഇനിയിപ്പോൾ പായാരം പറയാണ്, പട്ടിണി പറയാണ് അറിയാമല്ലോ കേട്ടോ. നമ്മൾ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് അറിയാം എന്നല്ലേ.
അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാ എൻ്റെ മക്കൾക്ക് എന്താ വേണ്ടി വെച്ചൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊരു റെഡി ആയിട്ടുണ്ട് അൽഹംദുലില്ലാ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കണം എന്നാൽ തന്നെ നമ്മളെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങാൻ കഴിയുള്ളൂ. കഷ്ടപ്പെടണം എന്നാലേ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ ലേസം ഇറച്ചി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതൊന്നും വെള്ളം പാർന്ന് വെച്ചിട്ടോ. എന്നാൽ മീൻകറി വന്താ പാടനെ അവിടെ തന്നെ വെച്ചുകാണ്ട് പൊരിച്ചും ചേച്ചാൽ പൂള ഞാൻ അയിമൽ വെച്ചിക്കണ് ഗ്യാസുമ്മൽ. അതുകൊണ്ട് വെന്ത് കഴിഞ്ഞാൽ അതിൽ ലേസം ചോറും തീമിട്ട് കഴിഞ്ഞാൽ ചീര എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താളിച്ച എനിക്കിങ്ങനെ എപ്പോഴും വെള്ളം കുടിച്ചണം. നമുക്കൊക്കെ അങ്ങനെ തന്നെ അല്ലേ. നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ എനിക്ക് വത്തക്കള്ളം കിട്ടണം കേട്ടോ മക്കളെ. എന്ത് ജ്യൂസ് ഇനി ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ വത്തക്കേൻ്റെ വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതില്ല ഞാൻ നോമ്പ് തുറക്കാൻ തന്നെ കഴിയൂല കേട്ടോ. വത്തക്ക വെള്ളമല്ല ഞാൻ നോമ്പ് തുറക്കാൻ കഴിയൂല. ഓലിങ്ങനെ പറയും ഉമ്മ എന്നും വത്തക്ക വെള്ളം ഉണ്ടാക്കുക അറിയാം. അപ്പോൾ ഞാൻ പറയും എനിക്ക് വത്തക്ക വെള്ളം മതി, നിങ്ങൾക്ക് വേറെ എന്തേലും ഉണ്ടാക്കിക്കോളി പറയാല കേട്ടോ. ഓല് കുട്ടികളല്ലേ, ഓല് എന്താ ചേമോളും ഇതൊക്കെ വലിയ കുട്ടികളല്ലേ. അപ്പോൾ ഓൽക്ക് എന്താ വേണ്ടി ഓല് ഉണ്ടാക്കിക്കോട്ടെ ആയിരുന്നല്ല. ഇതിപ്പോൾ ഞാൻ അന്നേരം 2 ദിവസം മുന്നേ ചീര താളിച്ച നിങ്ങൾ കണ്ടുക്കൂലേ നാളെ പെലച്ച വിശേഷം. അപ്പോൾ അതിൻ്റെ ബാക്കിയാട്ടോ 40 ഉറുപ്പ്യൊക്കെ തന്നിന്. അപ്പോൾ ഞാൻ മാണ്ടച്ച് 20 ഉറുപ്പ്യക്ക് മതി മനയായിരുന്നു ഞാൻ. അതൊന്നും ഇപ്പോൾ പെലച്ചക്ക് വല്ലാതെ ഒന്നും തിന്നൂല ആ ചോറുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു 10 ഉറുപ്പ്യക്കുള്ളത് ഞാൻ അന്ന് ഉണ്ടാക്കി, ബാക്കി 10 ഉറുപ്പ്യക്കുള്ളത് ഞാൻ ഇപ്പോഴും ഉണ്ടാക്കണം കേട്ടോ. ചെറിയൊരു വാട്ടുണ്ട്, എന്നാലും ഫ്രിഡ്ജിൽ വെച്ചോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊന്നും മതി. അതിൽ ഇനിയിപ്പോൾ ആ കഞ്ഞിൻ്റെ വെള്ളത്തിലൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടായാൽ അത് മതി. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ പപ്പടം താളിച്ചു ഇങ്ങനെയൊക്കെയാണ് കാട്ടൽ കേട്ടോ. ഇവിടെ ഓൽക്ക് താളിപ്പ് എന്തെങ്കിലുമൊക്കെ വേണം. പിന്നെ ഞാൻ ചപ്പാത്തിയോ പത്തിരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് പെലച്ചക്ക് കൂടുതലായിട്ട് തിന്നുക. കാക്കൂന് ചോറ് കിട്ടണം കേട്ടോ. കാക്കൂന് പിന്നെ ചോറ് കൊടുക്കും ഞാൻ. അപ്പോൾ ചോറ് എന്തായാലും നിർബന്ധമാണ്. പിന്നെ നേരം വെളുത്താൽ അതാണ് തിളപ്പിച്ച് ഊറ്റും ബാക്കി ഉണ്ടെങ്കിൽ കേട്ടോ കുഞ്ഞുമണിയാൾക്ക് ഓൽക്ക് കൊടുക്കും. നല്ലോണം തിളപ്പിച്ച് ഊറ്റിയാൽ മതി, കളയണ്ടല്ലോ. നമ്മളിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കിയ ചോറല്ലേ, നന്നായിട്ടാണ് തിളപ്പിച്ച് ഊറ്റിയാൽ മതി. അപ്പോൾ അതാക്കണ് പൂള വന്നിക്കണ് കേട്ടോ. നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. വെള്ളം ലേസം വെച്ചുകൊണ്ട് തന്നെ അടിയിൽ പിടിച്ച പോലെ തോന്നി. നിറച്ചും വെച്ചാൽ മതി. ഇനി പൂളക്ക് എൻ്റെ അമ്മ എപ്പോഴും പറയും സമം വെള്ളം വെക്കണം പറയും. അപ്പം ഞാൻ എന്താ ഇട്ടിക്കണെന്നോ സമം വെള്ളം തന്നെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ചില പൂള കുറച്ച് വേവ് ഉണ്ടാവും, അതിൽ പെട്ടതാണ് കേട്ടോ. അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്, എന്നാലും നല്ല ബൗസിലെ പൂളയിന് കേട്ടോ. നല്ലൊരു പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ തിന്നുമ്പോൾ, നല്ല ചാതുണ്ടായിരുന്നു കേട്ടോ. അപ്പം മീൻകറി ആയിട്ടുണ്ട്. ലേസം കട്ടൻ ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. കട്ടൻ ചായ ഞാൻ കുടിച്ചലില്ല, ചായ തന്നെ ഞാൻ കുടിച്ചലില്ല കേട്ടോ. ഓലൊക്കെ കുടിച്ചോ. എനിക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അതിക്ക് ഞാൻ അമ്മക്ക് വത്തക്കട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കുടിച്ചേട്ടോ. അപ്പോൾ ലേസം കടുകും ഉലുവയൊക്കെ ഇട്ടുകാണ്ട് അങ്ങോട്ട് തൂമിച്ച് പാർന്നിക്കണം കേട്ടോ. മീൻകറി ചോന്ത മീൻകറിയില്ലേ, അത് രസം തന്നെയാണ്. പൂളിയും അതേപോലെ ചോന്ത പുളിയും എരും ഒക്കെ അല്ലേ മീൻകറിയില്ലേ, നല്ല രസം ഉണ്ടാവും തിന്നാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് നോൽമ്പാണ് എഴുതി കണ്ട് ഉണ്ടാക്കാക്കണ്ട. നമുക്ക് നാടൻകാർക്ക് ഇതൊക്കെ തന്നെയാണ് അല്ലേ, നാട്ടിൻപുറക്കാർക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് അധികം തിന്നൽ കേട്ടോ. പിന്നെ അധിക വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എണ്ണക്കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരിച്ചു കേട്ടോ. ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാക്കിച്ചാണ് മക്കളെ. അന്നൊക്കെ ഞാൻ കുറേ ഉണ്ടാക്കി കൂട്ടിയിരുന്നു അല്ലേ. ഇന്നിപ്പോൾ പൊന്നും മിന്നും ലീനും ഒക്കെ വലിയ കുട്ടികളായില്ലേ. അന്ന് ഷെയ്മോളും റിതും ഇച്ചു വരും വലിയ കുട്ടികളുണ്ടായിരുന്നു, മറ്റോലൊന്നും തിന്നൂലായിരുന്നു. ഇപ്പം അതിൻ്റെ താഴെ 3 കൂടി തിന്നൽ തുടങ്ങിയില്ലേ. അപ്പോൾ ഒന്നൊന്നും കൊടുത്താൽ പോരാ, 2 3 4 തിന്നും. അപ്പം ഞാൻ ഉണ്ടാക്കിയാൽ എന്താണെന്നോ ഏകദേശം 4 മണിക്ക് പൊരിക്കടി ഉണ്ടാക്കാതിരിക്കേണ്ടി വരും. അപ്പം തന്നെ തിന്നൽ തുടങ്ങും. അപ്പം ഞാൻ വല്ലാതെ ഉണ്ടാക്കലില്ല. കാക്കു അറിയാതെ ഇത്ര നല്ലതൊന്നല്ലല്ലോ. വല്ലാതെ മക്കൾ പറയണേ താഴത്തുനിന്ന് ഞാൻ കൊക്കവടയൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ തോന്നുന്നുണ്ടാവുമല്ലോ. അപ്പം ഞാനിത് തിന്നട്ടെ കേട്ടോ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പം ലേഹത്തിന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളി, നാളെ പുതിയത് ഉണ്ടാക്കുകയാണ് കേട്ടോ.